ചേറ്റുവ ചന്ദനക്കുടം നേർച്ചേൻ്റെ കാഴ്ചകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് പോയതായിരുന്നു. ഇപ്പോൾ രണ്ടാമത് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഫോണൊന്ന് ചാർജറിലെല്ലാം ഇട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഈ റോഡിലെല്ലാം നമ്മൾ പോണ ടൈമിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല തിരക്കായിട്ടാണ്. ചേറ്റുവ ഈ ഒരു പള്ളീൻ്റെ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് കേട്ടത്. അപ്പം നമ്മൾ രാവിലെ ഇവിടെ വന്നപ്പം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര വലിയൊരു ഇതായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ പള്ളിയാണെന്നുണ്ടെങ്കിലും അതേപോലെ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നല്ലൊരു രസമുള്ളൊരു പള്ളി കേട്ടോ. പുറത്തൊക്കെ പോയ പോലത്തെ ഉള്ള സ്ഥലത്തുള്ള പള്ളി പോലെ ഉണ്ട്. നമ്മൾ ഈ ചേറ്റുവ മക്കാമിൻ്റെ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോണ്ട് ഈ ഒരു മോനുണ്ട് നമ്മളായിട്ട് ഇങ്ങനെ ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ പറഞ്ഞു നമ്മൾ സബ്സ്ക്രൈബറാണെന്ന് പറഞ്ഞു. നമ്മൾ വട്ടേക്കാട് നേർച്ചൻ്റെ അല്ലേ, വട്ടേക്കാട് നേർച്ചൻ്റെ അല്ലേ ഇവരെല്ലാം. അപ്പോൾ ആ നേർച്ചൻ്റെ വീഡിയോയിൽ ഇവരെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി താങ്ക്സ്, എൻജോയ് ചെയ്യും. ഓക്കെ ബൈ. ഇതാ വല്യമ്മ, വല്യമ്മക്ക് ക്യാമറ ഉണ്ടാവും പേടിയായി. മുബാറക്കിൻ്റെ ഫ്രണ്ടാണ്ടത്. ഹായ്, എന്താ പേരെന്താ? റാഫി. റാഫി ഇവിടെ തന്നെ ചേറ്റുവേല തന്നെ ഉള്ളതാണ് കേട്ടോ. കാണാം.
വെടിക്കെട്ട് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളി വെടിക്കെട്ട് ഉണ്ടായിരുന്നു. അതേപോലെ അതിൻ്റെ അപ്പുറം നല്ല വെടിക്കെട്ട് ഇവിടെ നിറയെ ക്രൗഡായിട്ടുണ്ട്, മൊത്തത്തിൽ നല്ല ക്രൗഡായിട്ടുണ്ട്. ഇങ്ങനെ ഓരോരോ വരവുകൾ, അതായത് ഓരോ കാഴ്ചകൾ ഇങ്ങനെ പൊടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിക്കാം. ഇത് നമ്മൾ തൊട്ട ബാക്കിൽ ഒരു നല്ലൊരു വെടിക്കെട്ട് ഉണ്ടായിരുന്നു കേട്ടോ, അത് മുഴുവൻ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പോണ ബൈക്ക് വെടിക്കെട്ട് ഉണ്ടാവും. ടോട്ടൽ 5 വരവാണ് വരുന്നത്, അതായത് 5 കാഴ്ചകൾ. ഈ നമ്മുടെ നാട്ടിൽ ഈ വരവിനെ കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് വരവ്, അവിടെ ഇടയ്ക്കിടയ്ക്ക് കാഴ്ചകളായിട്ട് വരവ് വരവെന്ന് അറിയും. അതായത് കാണാൻ പറഞ്ഞിട്ട് പ്രത്യേക വലിയ ക്ഷീണത്തിലാണ്. അത് 2 സ്ഥലത്തും ഉപയോഗിച്ച്, ഒന്ന് ഇവൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്ന് ഒരു അടിപൊളി ബിരിയാണി കഴിച്ച്, അതേപോലെ ഇവിടുന്ന് അതേപോലെ തന്നെ ഒരു ഹോട്ടലിൽ നിന്ന് നല്ല പൊറാട്ടി സാമ്പാർ കറി അടിപൊളി നല്ല പെരുമാറ്റം. പൂമ്പാറ്റയ്ക്ക് വയ്യാണ്ടായി, തളർന്ന് ഓടി തളർന്ന് ഈ റോട്ടിൽ കൂടി കുറേ നടന്നിട്ട് ആകെ പൂമ്പാറ്റ വാടി തളർന്നറിയില്ലേ, ആ വാടി തളർന്ന് ഭക്ഷണം. ആ പൂമ്പാറ്റല്ല, റിയോ, ഇതിന് പറയില്ലേ റിയോ എന്നാണ്. ഇവർ ട്രിവാൻഡ്രത്താണ് കേട്ടോ. അടിപൊളി പിള്ളേരാണ്, നല്ല രസമുണ്ട് ഈ ഒരു കോസ്റ്റ്യൂം കാണാൻ. പക്ഷേ ഇവരാകെ ടയർഡാണ് കേട്ടോ, ഒരുപാട് നടക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവർ ഫുഡ് കഴിച്ച് കുറച്ച് ഓവറായിപ്പോയില്ലേ, അതല്ല ഉണ്ടായത്. നിങ്ങൾ എത്ര ആളുണ്ട് ടോട്ടൽ? ഇവർ 7 ആളല്ലേ, 7 ആളും ആകെ തളർന്നിട്ടുണ്ട്. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് ഇവർ റെസ്റ്റ് എടുക്കട്ടെ അല്ലേ. ബ്രോ എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട്? അടിപൊളി. പക്ഷെ ടയർഡാണ് ആളുകൾ. 5 വരവാണ് ഈ ഒരു നേർച്ചയ്ക്കുള്ളത്. അപ്പം നേർച്ചൻ്റെ ഒരു 3 വരവ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഈ വരവ് ഇങ്ങനെ ഭയങ്കര സ്ലോവിലാണ് പോണത്, ഒരുപാട് ലെങ്ത്തിലാണ് ഈ ഒരു വരവ്, അതായത് ഈ ഒരു കാഴ്ച വരുന്നത്. ഇനി ഒരു 2 വരവും കൂടി വരാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. ആ ഒരു ഭാഗത്ത് നമ്മൾ നേരെ മുന്നിലായിട്ട് ലൈറ്റിൻ്റെ ഒരു വണ്ടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്ലാഷ് അടിച്ചിട്ട് അവിടെ നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോയിട്ട് അവിടെയുള്ള ആ 2 വരവും കൂടി കാണിച്ചു തരാം. അടിപൊളി വരവുകൾ കണ്ടിട്ടാണ്.
അവിടുന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നിട്ടോ. നമ്മൾ നേരത്തെ വന്ന ആ ഒരു വഴിക്കേണ്ടി വരുന്ന ടൈമിൽ ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിയുന്നുണ്ട്. മഴ കൂടാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ നല്ല മിന്നലും ഇടിയും എല്ലാം വെട്ടുണ്ട്. ഈ ഒരു വെടിക്കെട്ട് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ കേൾക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല ആരും. പിന്നെ അവിടെ നല്ല ക്രൗഡ് തന്നെ ഉണ്ട്, ഒരു കുറവില്ല. നമ്മൾ ഈ ഒരു ഭാഗത്ത് 2 പേരും കൂടി വരാണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ വരവ് കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. ഇവിടെ കുറച്ച് കച്ചവടക്കാരൊക്കെ കടകളും സാധനങ്ങളെല്ലാം പൂട്ടിയിട്ട് പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇനി അങ്ങോട്ട് പോവാം. അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അതിനിടയ്ക്ക് മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാൻ സാധ്യതയില്ല, ക്ലോസ് ചെയ്യും. എന്താ വെച്ചാൽ വെള്ളമായി കഴിഞ്ഞാൽ പണിയാവില്ല. ഏതായാലും മഴ ഒന്നും ഇല്ലായിരിക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള വീഡിയോസും കാണാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നത്. ഷാ ഇൻ്റർനാഷണൽ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ട് മുന്നിലെത്തിയിട്ടുണ്ട്. മഴ ചെറുതായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കറണ്ടെല്ലാം പോയിട്ടുണ്ട്. കറണ്ട് പോയതിൻ്റെ ഭാഗമായിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഈ വണ്ടിയിലെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ള ബാക്കിലുള്ള ആ വെടിക്കെട്ട് സംഭവങ്ങളെല്ലാം ഒരു മാക്സിമം സ്പീഡിൽ ഒതുക്കി തീർക്കാൻ നോക്കുന്നുണ്ട്. ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും തോന്നുന്നു. അവിടെ നല്ല വെടിക്കെട്ട് നടക്കുന്നുണ്ട്. അത് ലാസ്റ്റ് പൊട്ടിക്കുന്നുണ്ടാണെന്ന് തോന്നുന്നു. അതാണ് നമ്മളെ മുബാറക്ക് പറഞ്ഞത്. ഇപ്പോൾ അവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടൊന്നും കാണുന്നില്ല കേട്ടോ. ഇപ്പോൾ വണ്ടികളൊക്കെ വരുമ്പോൾ ഉള്ള ആ ലൈറ്റ് മാത്രമേ ഉള്ളൂ. മഴ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ളവർ ഒരുവിധം എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയുണ്ടാവും. ഇനി ഇവിടെ ഈ ഷാ ഇൻ്റർനാഷണലിൻ്റെ മുന്നിലായിട്ട് തന്നെ ഒരു വരവ്, അതായത് ഒരു കാഴ്ച ഉണ്ട്. ആ കാഴ്ചൻ്റെ ഇതെല്ലാം കാണാൻ വേണ്ടി ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ ആ ആളിൽ എന്താ പറയുക, അതിലുള്ള കുറേ ആൾക്കാർ പോകാൻ നോക്കാം. ആ കറണ്ട് വന്നു, അടിപൊളി. ഇതാണ് ഷാ ഇൻ്റർനാഷണൽ ഓഡിറ്റോറിയം. അതിൻ്റെ മുന്നിലാണ് ഒരു കാഴ്ച ഉള്ളത്. ഞാൻ മുമ്പാർക്കും ഇത് മഴ തുള്ളിക്കുന്ന കാണുന്നുണ്ടോ? ഇപ്പോൾ നമ്മളുള്ള ഷാ ഇൻ്റർനാഷണൽ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ട് മുന്നിലാണ്. ഇവിടെ കുറേ കച്ചവടക്കാരും അതേപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കച്ചവടക്കാരൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. വള, മാല, പിന്നെ കുട്ടികളെ കളിസാധനങ്ങളെല്ലാം ആയിട്ട് അടിപൊളിയാണ്. ഇവിടെ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഫാമിലിയൊക്കെ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കുട്ടികളും പിന്നെ ജെൻസിൻ്റെ എല്ലാം ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഇവിടെ നമ്മളെ പൊരിക്കടികളൊക്കെ ഉണ്ട്. പൊരിക്കടിയില്ല, ചോളപ്പൊരി ഈ സംഭവം. ഇന്ന് നമ്മളവിടെ കഴിച്ച് ഹലുവ ഉണ്ട്, കോഴിക്കോടൻ ഹലുവ, അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട്. പുള്ളിക്കാരനിക്ക് ഇതില്ലേ കരിമ്പ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കരിമ്പ് തപ്പിങ്ങനെ നടന്ന കേട്ടോ. ഇവിടെ ഈ ജിലേബി അങ്ങനത്തെ കുറേ സംഭവങ്ങളാണുള്ളത്. കരിമ്പ് കാണുന്നില്ല. കരിമ്പിന് നമ്മൾ കുറേ നേരം ഇങ്ങനെ തപ്പി നടക്കുന്നു. കരിമ്പ് ഈ ഭാഗത്തൊന്നും ഇല്ലാന്ന് തോന്നില്ല. ഇല്ലടാ, നല്ല അടിപൊളി മഴ. ഞാൻ നേരിട്ടിങ്ങനെ ആസ്വദിക്കും. നമ്മൾ എല്ലാം ആസ്വദിക്കും, മഴ ആസ്വദിക്കും, വെയിലും ആസ്വദിക്കും. ഇപ്പോൾ മഴയാണ്, പക്ഷേ ഈ ഒരു നേർച്ച ഒരുവിധം കുളമായ പോലെയാണ് സംഭവം. ഒരുവിധം എല്ലാവരും പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. ഞാൻ ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ചെറുതായിട്ട് മഴ രാത്രി ഉണ്ടാവാറ്. നമ്മൾ ഭാഗ്യത്തിന് ഒരു ജാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കയറി നിന്നപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞു. എൻ്റെ പേര് മോൻ്റെ പേര് ഷാനിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മോന് ഇവിടെ തന്നെയാണോ വീട്? ഇവന് ഞാൻ ജാക്കറ്റ് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഇപ്പോൾ നല്ല മഴ ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റില്ല. പരിപാടികളെല്ലാം നിർത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചായക്കട, നമ്മൾ ഇക്കാകാൻ്റെ ചായക്കടയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ പൊറോട്ടയും സാമ്പാറും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വേറെ 2 കുട്ടികളുണ്ടായിരുന്നു, അവർ പോയിട്ടാണ്. ഈ ഒരു നേരത്തെ വീഡിയോ നമ്മളിവിടെ വൈകിട്ട് ചെയ്യണം. നമ്മളിവിടെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ.